അപ്പോൾ ഞാനൊരു കുക്കർ ബിരിയാണിയാണ് ഇന്ന് വെക്കണത്. അതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം വലിയ ഉള്ളി ഇട്ടുങ്ങാണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വലിയ ഉള്ളി മൂത്ത് വരുന്നതോട് കൂടി ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മൂന്നും പാടുന്നുണ്ട് മൂപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലേശം വലിയ ഉള്ളി ഇടുന്നുണ്ട്. അത് ഉപ്പിട്ട് വരുന്നതോട് കൂടി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും, വലിയ ജീരകവും ചെറിയ ജീരകവും പാടെ ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നതോട് കൂടി മസാലപ്പൊടികൾ ചേർക്കുക. മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ലേശം വലിയ ജീരകത്തിൻ്റെ പൊടിയും പാടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പൊടികളെ പച്ചമണം മാറി വരുന്നതോട് കൂടി തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് ഉപ്പും കൂട്ടിങ്ങാണ്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി നല്ല വഴറ്റിയെടുത്തേക്ക് നമുക്ക് കോഴി ഇട്ട് കൊടുക്കുക. നല്ല കുഴച്ച് ശരിയാക്കിയതിന് ശേഷം പിന്നെ ബിരിയാണി കൈതൻ്റെ ഓല ഇട്ട് കൊടുത്തങ്ങാണ്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് ചെറുത് തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം കൂട്ടരുത്. അപ്പോൾ ഇതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ലേശം ഉള്ളിയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ബിരിയാണി അരി ഞാൻ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി അരി വേവിച്ചത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് പിന്നെ ഗരം മസാലയും നെയ്യും ഒഴിച്ച് കൊടുക്കുക. പിന്നെ പൊരിച്ച് വെച്ച ഉള്ളി, മതിരി, മല്ലിച്ചപ്പും ക്യാരറ്റും അതും കൂടെ ഇട്ടുങ്ങാണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതാ നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ.